നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കുടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. സംസ്ഥാനത്ത് 300 പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. ആക്റ്റീവ് കേസുകൾ 2341 ഉയർന്നു. നിർധനരെ സഹായിക്കാനായി മനക്കുളങ്ങര KVUP സ്കൂളിൽ സജ്ജമാക്കിയ ഡ്രസ് ബാങ്ക് വെള്ളിയാഴ്ച തുറക്കും. പുലക്കാട്ടുകര മടംവഴി റോഡിൽ ഉയർന്ന ശേഷിയുള്ള ഭാരവാഹനങ്ങൾ കടന്നുപോകുന്നത് റോഡിന് തകർച്ചാ ഭീഷണി സൃഷ്ടിക്കുന്നതായി പരാതി. RTO എൻഫോഴ്സ്മെന്റ് ടീം സ്ഥലത്തെത്തി പരിശോധന നടത്തി. തൃക്കൂർ പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം 9ാം വാർഡിൽ സ്ഥാപിക്കുന്നതിനെതിരെ പരാതിയുമായി നാട്ടുകാർ രംഗത്ത്. പഞ്ചായത്തിന് മുൻപിൽ പ്രാദേശികവാസികൾ പ്രതിഷേധ സമരം നടത്തി. ആമ്പലൂർ ജോർജ് ടൗൺ പറമ്പിൽ തീപിടുത്തം. പുതുക്കാട് അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 300 പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. ആക്റ്റീവ് കേസുകൾ 2341 ഉയർന്നു. സംസ്ഥാനത്ത് 3 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു. രാജ്യത്താകെ 24 മണിക്കൂറിനിടെ 358 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 2669 കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കിയിരിക്കുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. വരും ദിവസങ്ങളിലെ രോഗവ്യാപനം കൂടി പരിഗണിച്ചാകും കേന്ദ്ര സർക്കാരിൻ്റെ തുടർ നടപടികൾ ഉണ്ടാവുക. നിർധനരെ സഹായിക്കാനായി മനക്കുളങ്ങര KVUP സ്കൂളിൽ സജ്ജമാക്കിയ ഡ്രസ് ബാങ്ക് വെള്ളിയാഴ്ച തുറക്കും. രാവിലെ 10-ന് ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ഉദ്ഘാടനം ചെയ്യും. സുമനസ്സുകളുടെ സഹായത്തോടെയാണ് സ്കൂളിൽ ഡ്രസ് ബാങ്ക് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ശേഖരിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ ആർക്കും സൗജന്യമായി കൊണ്ടുപോകാൻ കഴിയും. കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ആഴ്ചയിൽ ഒരു ദിവസം നീക്കിവെച്ചിട്ടുള്ള വിദ്യാലയമാണ് മനക്കുളങ്ങര കൃഷ്ണവിലാസ് UP സ്കൂൾ. ബുധനാഴ്ച തോറും ചാരിറ്റി ഡേ ആയി ഇവിടെ ആചരിക്കുന്നു. സ്കൂളിൽ സ്ഥാപിച്ചിട്ടുള്ള കോയിൻ ബോക്സിൽ കുട്ടികളും രക്ഷിതാക്കളും നിക്ഷേപിക്കുന്ന പണം സമാഹരിച്ച് നിർധന കുടുംബങ്ങളിലെ കുട്ടികളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ നേരത്തെ മുതൽ ഈ വിദ്യാലയത്തിൽ നടത്തിപ്പോരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് ഡ്രസ് ബാങ്കിന് രൂപം നൽകിയതെന്ന് പ്രധാന അധ്യാപിക PS സീമ പറഞ്ഞു. സമൂഹത്തിനും കൂടിയും ഉപകാരപ്രദമാവുന്ന രീതിയിൽ നാട്ടിലേക്ക് ഇറങ്ങി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരാശയം നമ്മളിങ്ങനെ ആലോചിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഡ്രസ് ബാങ്ക് എന്നുള്ളൊരു പ്രോജക്റ്റ് നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു നേരത്തെ ഭക്ഷണത്തിന് ആവശ്യപ്പെടുന്ന പോലെ തന്നെ പലർക്കും വസ്ത്രത്തിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്ക് ചുറ്റുപാടുകളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നപ്പോൾ മനസ്സിലായി. വീടുകളിൽ ഉപയോഗിക്കാതെ സൂക്ഷിച്ചിട്ടുള്ള കുട്ടികളുടെയും മുതിർന്നവരുടെയും വസ്ത്രങ്ങൾ ആർക്കു വേണമെങ്കിലും സ്കൂളിലെ ഡ്രസ് ബാങ്കിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയും. ഉപയോഗിച്ചു പഴകിയതോ കേടുവന്നതോ അല്ലാതെ പാകമാകാത്തതിനാലും കളർ ഇഷ്ടമാകാത്തതിനാലും മാറ്റിവെച്ചിട്ടുള്ള വസ്ത്രങ്ങളാണ് ഡ്രസ് ബാങ്കിൽ സ്വീകരിക്കുന്നത്. 1 വയസ്സ് മുതലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും അനുയോജ്യമായ വസ്ത്രങ്ങളാണ് മനക്കുളങ്ങര സ്കൂളിലെ ഡ്രസ് ബാങ്കിൽ ശേഖരിച്ചിട്ടുള്ളത്. പുതിയ വസ്ത്രങ്ങൾ ഡ്രസ് ബാങ്കിലേക്ക് വാങ്ങി നൽകുന്നവരുമുണ്ട്. ഇങ്ങനെ ശേഖരിക്കുന്ന വസ്ത്രങ്ങൾ PT അംഗങ്ങളായ അമ്മമാരുടെയും അധ്യാപകമാരുടെയും സഹായത്തോടെ തരംതിരിച്ചാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കുട്ടികളുടെയും മുതിർന്നവരുടെയും വസ്ത്രങ്ങൾക്ക് പുറമെ പുതപ്പ്, തോർത്തുമുണ്ട് എന്നിവയും ഡ്രസ് ബാങ്കിലുണ്ട്. ഇതിനോടകം നിരവധി പേരാണ് ഈ നല്ല പ്രവർത്തനത്തിന് പിന്തുണയുമായി എത്തിയിട്ടുള്ളതെന്ന് ഡ്രസ് ബാങ്കിൻ്റെ മാനേജറായി പ്രവർത്തിക്കുന്ന സ്കൂൾ സ്റ്റാഫ് അംഗം K സനൽ പറഞ്ഞു. ഒട്ടേറെ വസ്ത്രങ്ങൾ ഇതിനകം സംഭാവനയായി ലഭിച്ചു കഴിഞ്ഞു. കുട്ടികൾക്കുള്ള വസ്ത്രങ്ങളാണ് ശേഖരത്തിൽ കൂടുതലായുള്ളത്. വസ്ത്രം വാങ്ങാൻ പണമില്ലാതെ വിഷമിക്കുന്ന ആർക്കും സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഇവിടെ എത്തി ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്തു കൊണ്ടുപോകാൻ കഴിയും. കഴിഞ്ഞ വർഷമാണ് മനക്കുളങ്ങര കൃഷ്ണവിലാസ് UP സ്കൂളിൽ ഡ്രസ് ബാങ്കിന് തുടക്കം കുറിച്ചത്. രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ വസ്ത്രങ്ങൾ ശേഖരിച്ച് അഗതി മന്ദിരങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയാണ് കഴിഞ്ഞ വർഷം ചെയ്തത്. ഈ വർഷം സ്കൂളിൻ്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന നിർധന കുടുംബങ്ങൾക്ക് കൂടി പ്രയോജനകരമാകുന്ന തരത്തിൽ ഡ്രസ് ബാങ്കിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കുകയായിരുന്നു. പ്രവർത്തന രീതി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രസ്സ് ആവശ്യം കഴിയുമ്പോൾ കൊണ്ട് കളയേണ്ട സ്ഥലമല്ല നമ്മുടെ ഡ്രസ് ബാങ്ക്. പകരം നമ്മൾക്ക് കിട്ടുന്ന ചില ഗിഫ്റ്റുകൾ കിട്ടുന്ന ഡ്രസ്സുകൾ, നമ്മുടെ ഒരു വട്ടം ഉപയോഗിച്ച് ചിലപ്പോൾ പാകം ആവാത്ത ഡ്രസ്സുകൾ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വാഷ് ചെയ്ത് അയൺ ചെയ്ത് അതിനാവശ്യക്കാർക്ക് ഇവിടെ വന്ന് സൗജന്യമായി നമ്മുടെ വിദ്യാലയത്തിൽ എല്ലാ ബുധനാഴ്ചകളിലും കാലത്ത് 10 ആഴ്ചകൾക്ക് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ പുലക്കാട്ടുകര മടംവഴി റോഡിൽ
ഉയർന്ന ശേഷിയുള്ള ഭാരവാഹനങ്ങൾ കടന്നുപോകുന്നത് റോഡിന് തകർച്ചാ ഭീഷണി സൃഷ്ടിക്കുന്നതായി പരാതി. ടോൾ ഒഴിവാക്കാനായി നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. 10 ടണ്ണിൽ കൂടുതലുള്ള ഭാരവാഹനങ്ങൾ റോഡിലൂടെ പ്രവേശിക്കുന്നത് വിലക്കിയ വിവരം നൽകുന്ന ബോർഡ് മഠംവഴിയിലും പുലക്കാട്ടുകര പാലത്തിന് സമീപവും സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഉയർന്ന ശേഷിയുള്ള ഭാരവാഹനങ്ങൾ പോകുന്നത് സ്ഥിരമായതോടെ പഞ്ചായത്ത് അധികൃതരും വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. തൃക്കൂർ പഞ്ചായത്തിന്റെ പരാതിയിന്മേൽ RTO എൻഫോഴ്സ്മെന്റ് ടീം സ്ഥലത്തെത്തി പരിശോധന നടത്തി. PWD നിലവാരത്തിലല്ല റോഡിന്റെ നിർമ്മാണം. പഞ്ചായത്ത് റോഡായതിനാൽ തന്നെ ഉയർന്ന ഭാരം താങ്ങുന്നതിന് പരിധിയുണ്ട്. സംഭവത്തിൽ നാട്ടുകാരും തൃക്കൂർ പഞ്ചായത്തിലും RTOയ്ക്കും പുതുക്കാട് പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിരുന്നു. തൃക്കൂർ പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം 9-ാം വാർഡിൽ സ്ഥാപിക്കുന്നതിനെതിരെ പരാതിയുമായി നാട്ടുകാർ രംഗത്ത്. ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം ഭരത സ്ഥാപിക്കുന്നതിനായി പഞ്ചായത്ത് നീക്കം നടത്തിയിരുന്നു. ഇതിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ട് വാർഡംഗം ലിൻഡോ തോമസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പഞ്ചായത്തിന് മുമ്പിൽ പ്രതിഷേധം നടത്തി. MCFന് എതിരല്ലെന്നും എന്നാൽ ജനവാസ മേഖലയിൽ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം വന്നാൽ പ്രദേശവാസികൾക്ക് നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നും വാർഡംഗം പറഞ്ഞു. പീച്ചി ഇടതുകര കനാലിൻ്റെ തൊട്ട് മുകളിലാണ് ഈ സ്ഥലം നോക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ മലിനീകരണത്തിനും എല്ലാത്തിനും മൊത്തത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്ന പ്രദേശമായതുകൊണ്ട് ജനങ്ങൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. അതേപോലെ തന്നെ നടക്കാൻ പോലും വയ്യാത്ത 3 പേർക്ക് ആ പറമ്പിൻ്റെ തൊട്ടിപ്പുറത്തെ പറമ്പിലുള്ള മേപ്രക്കരോട്ട് ജോണിച്ചേട്ടൻ ഒരു 3 കുടുംബങ്ങൾക്ക് വീട് വെക്കാനായിട്ട് സ്ഥലം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അതൊരു വളരെ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. അതേപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്. മൃഗങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് ആ മേഖലയിലൂടെയാണ് കടന്നു വരുന്നത്. ഇതു സംബന്ധിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നാട്ടുകാർ പരാതി നൽകി. പ്രദേശവാസികളായ ജോൺസൺ, TM രാജേഷ്, VK സുലൈമാൻ, KK സന്തോഷ്, ജോണി മപ്രക്കരോട്ട്, MA ജോസ് എന്നിവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ആമ്പല്ലൂർ ജോർജ് ടൗൺ പറമ്പിൽ തീപിടുത്തം. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 സംഭവം. ശക്തമായ കാറ്റിൽ പറമ്പിൽ ഉണങ്ങി നിന്ന പുല്ലുകളിലേക്ക് തീ അതിവേഗം പടരുകയായിരുന്നു. ദേശീയപാതയും തൊട്ടടുത്ത് പെട്രോൾ പമ്പും സ്ഥിതി ചെയ്യുന്ന ഇവിടെ തീ പടർന്നത് ആശങ്ക ഉണ്ടാക്കി. പുതുക്കാട് അഗ്നിരക്ഷാ സേന എത്തിയാണ് തീ അണച്ചത്. കല്ലൂർ ഭരത പവിത്രാത്മ ശാന്തി ആശ്രമത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾ നടത്തി. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. മാവിൻചുവട് MJS സാൻഡ് ആൻഡ് റോക്ക് സ്ഥാപനത്തിന്റെ പാർട്ട്നേഴ്സായ മനു പഴുങ്കാരൻ, രാജേഷ് ഭരത എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ 350 കിടപ്പ് രോഗികളുടെ കുടുംബങ്ങൾക്ക് ക്രിസ്തുമസ് കിറ്റ് വിതരണം ചെയ്തു. കുരിയച്ചിറ സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ തോമസ് വടക്കൂട്ട് അധ്യക്ഷനായി. BJP സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, തൃക്കൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, ബ്രദർ മാത്യു ചുങ്കത്ത്, പ്രഭനൻ ചുണ്ടേലപ്പറമ്പിൽ, പഞ്ചായത്ത് അംഗം ലിൻഡോ തോമസ്, മുൻ പഞ്ചായത്ത് അംഗം TM രാജേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. ക്രിസ്തുമസ് വിരുന്നും പരിപാടിയോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. 300ഓളം കുടുംബങ്ങൾ ഇപ്പോൾ പുനർജീവൻ ട്രസ്റ്റിലെ സഹായിക്കപ്പെടുന്നുണ്ട്. കുടുംബങ്ങൾ തന്നെ പ്രത്യേകിച്ച് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്. അതിലേറ്റവും എനിക്കിഷ്ടപ്പെട്ടതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും ഇതിനെ ഒരു ആത്മീയ ചൈതന്യത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ്. ദൈവത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയൊക്കെ സന്ദേശമാണ് നമുക്ക് നൽകുക. പാപം വഴി ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യകുലത്തിന് രക്ഷയുടെ വാഗ്ദാനമായിരുന്നു ഈ ക്രിസ്മസ്. ഇന്ന് നമുക്ക് ഈ പുനർജീവനിൽ നമ്മളായിരിക്കുമ്പോഴും പലവിധ കാരണങ്ങളാൽ ഭരതയില് ക്ഷണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല. എന്തായാലും ഇതിന് അന്തേവാസികൾ എല്ലാവരും തന്നെ ഏകദേശം അറിയപ്പെടുന്ന ഞാനുമായി നല്ല ബന്ധത്തിലുള്ള ആളുകളാണ്. ഒരുവിധം എല്ലാ പരിപാടികളിലും എനിക്ക് പങ്കെടുക്കാൻ ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് കൊടകര മേഖല കമ്മിറ്റി അംഗങ്ങൾ കല്ലൂർ പീച്ചാമ്പള്ളിയിലെ അസീസി ആശ്രമത്തിലുള്ള അമ്മമാർക്കൊപ്പം ക്രിസ്തുമസ് ആഘോഷിച്ചു. പരിപാടിയിൽ AKPA മേഖലാ കമ്മിറ്റി അംഗം അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം സജീവ് വസതനി മുഖ്യപ്രഭാഷണം നടത്തി. മേഖലാ ജോയിന്റ് സെക്രട്ടറി സുരേഷ് ഐശ്വര്യ, മേഖലാ കമ്മിറ്റി അംഗം ശേഖരൻ, സിസ്റ്റർ മരിയ, യൂണിറ്റ് സെക്രട്ടറി KP ജോസ്, ആശ്രമ മദർ സിസ്റ്റർ മേരി എന്നിവർ സന്നിഹിതരായിരുന്നു. വേലൂപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറിയിലെ
സൗഹൃദ ക്ലബിന്റെ നേതൃത്വത്തിൽ എച്ചിപ്പാറ ട്രൈബൽ കോളനിയിലെ 20ഓളം കുടുംബങ്ങൾക്ക് ക്രിസ്തുമസ് കിറ്റുകൾ വിതരണം ചെയ്തു. സ്നേഹസ്പർശം എന്ന പേരിൽ നടത്തിയ ചടങ്ങ് സൗഹൃദ ക്ലബ്ബ് തൃശൂർ കോർഡിനേറ്റർ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ജെസി പി ലാസർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്റഫ് ചാലിയത്തോടി മുഖ്യാതിഥിയായി. സ്കൂൾ പ്രധാന അധ്യാപകൻ വി ഡി ജോഷി, PTA പ്രതിനിധി ജിൻസി, അധ്യാപകരായ സ്വമിറ്റോ, റോജ, റോസിലി, ഫ്രാൻസ് എന്നിവർ പ്രസംഗിച്ചു. ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി കേക്കുകൾ മുറിച്ച് കരോൾ ഗാനം ആലപിച്ച് സൗഹൃദ ക്ലബ്ബ് വോളണ്ടിയേഴ്സ് പരിപാടിയിൽ പങ്കുചേർന്നു. ട്രൈബൽ കോളനി അംഗങ്ങൾ അവതരിപ്പിച്ച നാടൻ ശീലുകളും നാട്ടറിവുകളും വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി. സൗഹൃദ ക്ലബ്ബ് കോർഡിനേറ്റർ ലിസ ജോസ്, അരുൺ ദേവസി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. എലിക്കോട് ആദിവാസി വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമിതി അംഗങ്ങൾക്ക് ക്രിസ്തുമസ് കേക്കുകൾ വിതരണം ചെയ്തു. എലിക്കോട് AVSS സെക്രട്ടറി പോൾസൺ സ്റ്റീഫൻ, വൈസ് പ്രസിഡന്റ് രേഷ്മ ജേഷ്, പാലപ്പള്ളി റേഞ്ചിലെ റിസർവ് ഫോറസ്റ്റ് വാച്ചർ ജിതിൻ മോഹൻ എന്നിവർ സന്നിഹിതരായിരുന്നു. പുതുക്കാട് ചാക്കോച്ചിറ ചിത്തിര അങ്കണവാടിയിൽ നടന്ന ക്രിസ്മസ് ആഘോഷം പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ അധ്യക്ഷയായിരുന്നു. അങ്കണവാടി വർക്കർ KK അംബിക, ഹെൽപ്പർ ചിത്ര എന്നിവർ നേതൃത്വം നൽകി. 13 കിടപ്പ് രോഗികളുടെ കുടുംബത്തിന് ഭവനമൊരുക്കാൻ 48 സെന്റ് സ്ഥലം വിട്ടു നൽകി കാവല്ലൂർ സ്വദേശി. കാവല്ലൂർ തട്ടിൽ പഴുങ്കാരൻ അന്തോണിയാണ് കല്ലൂർ ഭരതമല പവിത്രാത്മ ശാന്തി ആശ്രമത്തിലെ അന്തേവാസികൾക്ക് ഭൂമി വിട്ടു നൽകിയത്. തൃശൂർ അതിരൂപത ഒരുക്കുന്ന ബോൺ നത്താലയുടെ കാരുണ്യ പദ്ധതിയിലേക്ക് ഭൂമി കൈമാറി വീട് നിർമ്മിച്ചു നൽകും. വീട് നിർമ്മിക്കുന്ന സ്ഥലം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സന്ദർശിച്ചു. പാഠഭാഗത്തെ ഓരോ ശാസ്ത്രാശയവും ആഴത്തിൽ പഠിക്കുവാൻ വിദ്യാർത്ഥികൾക്കായി ശാസ്ത്ര ലാബ് സജ്ജീകരിച്ചിരിക്കുകയാണ് വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ ഓഫ് അധികൃതർ. സ്കൂളിൽ പുതിയതായി തയ്യാറാക്കിയ സയൻസ് ലാബിൻ്റെ ഉദ്ഘാടനം വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി TC സേതുമാധവൻ നിർവഹിച്ചു. കുട്ടികളിൽ ശാസ്ത്രീയ ബോധം വളർത്തുന്നതിന് പരീക്ഷണാടിസ്ഥാനത്തിൽ ഊന്നിയുള്ള പഠനരീതി ഏറെ പ്രയോജനം ചെയ്യുമെന്ന് TC സേതുമാധവൻ അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ വിദ്യാലയ സമിതി പ്രസിഡന്റ് VV നാരായണൻ അധ്യക്ഷത വഹിച്ചു. മാനേജർ തിലകൻ അയ്യഞ്ചിറ മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ K രമാദേവി, വാർഡംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ, സമിതി അംഗങ്ങളായ MN പ്രഭാകരൻ, ഗീതാരാമൻ, പ്രോഗ്രാം കൺവീനർ TS അളകനന്ദ എന്നിവർ പ്രസംഗിച്ചു. നമ്മളിന്ന് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ വേദി പങ്കിടുന്നത്. ഇന്ന് നമ്മുടെ ലാബ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ട്രസ്റ്റിന്റെ സെക്രട്ടറി സേതുവേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ നികേതന്റെ കലാമേള കൊടിയിറങ്ങിയപ്പോൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ വിവേകാനന്ദ അതിന്റെ തമ്പ് ഇംപ്രഷൻ ചാർത്തിക്കൊണ്ടാണ് പോകുന്നത്. ആ സന്തോഷത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം കൈലാസ ശിവക്ഷേത്രത്തിൽ തിരുവാതിര ആഘോഷം ഡിസംബർ 26 നടക്കും. രാത്രി 8-ന് ക്ഷേത്രത്തിൽ വിവിധ ടീമുകളുടെ തിരുവാതിര കളി ഉണ്ടായിരിക്കും. ഉമാമഹേശ്വര പൂജ, വിശേഷാൽ പൂജകൾ, നിറമാല എന്നിവയും ഉണ്ടാകും. തലോർ ശ്രീ മഹാദേവ ക്ഷേത്രം തിരുവാതിര പുണർദം തിരുവുത്സവം വെള്ളിയാഴ്ച ആരംഭിക്കും. വിവിധ പരിപാടികളാണ് ഈ മാസം 28 വരെ ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ 121 വൈദികരുടെ മന്ത്രോച്ചാരണത്താൽ ഡിസംബർ 25 തിങ്കളാഴ്ച മഹാരുദ്രയജ്ഞം നടത്തും. ഡിസംബർ 22-ന് വൈകിട്ട് 6-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പാർമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 28 വ്യാഴാഴ്ച വൈകിട്ട് 5-ന് സർവൈശ്വര്യ പൂജ നടക്കും. വെണ്ടോർ സെന്റ് മേരീസ് UP സ്കൂളിലെ സ്കിൽ മാസ്റ്റേഴ്സ് ഫുട്ബോൾ അക്കാദമിയിലേക്ക് സോക്കർ വെണ്ടോർ 17 ഫുട്ബോളും അനുബന്ധ ഉപകരണങ്ങളും നൽകി. പ്രധാന അധ്യാപിക സ്മിത സെബാസ്റ്റ്യൻ ഏറ്റുവാങ്ങി. സോക്കർ വെണ്ടോർ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. LPG ഓപ്പൺ ഫോറം ജനുവരി 5-ന് ഉച്ചയ്ക്ക് 2:30-ന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയുടെ അധ്യക്ഷതയിൽ ചേരും. ഗ്യാസ് കണക്ഷൻ വിതരണം, ബുക്കിംഗ്, ലീക്കേജ്, പാചകവാതക സംബന്ധമായ മറ്റു വിഷയങ്ങൾ എന്നിവയിൽ ഉപഭോക്താക്കൾക്ക് പരാതി ഉണ്ടെങ്കിൽ വെള്ളക്കടലാസിൽ എഴുതിയ 2 പകർപ്പുകൾ ഡിസംബർ 28-ന് വൈകിട്ട് 5-നകം ബന്ധപ്പെട്ട താലൂക്ക് ഓഫീസുകളിൽ സമർപ്പിക്കണം. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5775 രൂപയും പവന് 46,200 രൂപയും രേഖപ്പെടുത്തി.
വരന്തരപ്പള്ളി നേതാജി നഗർ തെക്കീനിയത്ത് ചുള്ളി വർഗീസ് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വെള്ളിക്കുളങ്ങര കറുപ്പം വീട്ടിൽ മുഹമ്മദ് അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. ആമിനയാണ് ഭാര്യ. ഷിയാസ്, ഷാജിദ, ഷാനവാസ് എന്നിവർ മക്കളും. റുഹ്മത്ത്, സനൂബ, റീനു എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ സൂര്യഗ്രാമം ചിറ്റിയത്ത് രാമു അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വത്സല, ഉഷ, ബിന്ദു, അനിലൻ, അനീഷ് എന്നിവർ മക്കളും. രാജൻ, ബെന്നി, അനിലജൻ, സുമിത, രേവതി എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് തെക്കേത്തുറവ് പരേതരായ ചിറങ്ങാട്ട് അയ്യപ്പൻ നായരുടെയും തെക്കൂട്ട് നാനിക്കുട്ടി അമ്മയുടെയും മകൻ കൃഷ്ണൻകുട്ടി നായർ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് സ്വവസതിയിൽ. രാധയാണ് ഭാര്യ. ആശ, ദീപ എന്നിവർ മക്കളും. ശ്രീകുമാർ, ദയാനന്ദൻ എന്നിവർ മരുമക്കളുമാണ്. ആലത്തൂർ മണപ്പെട്ടി പത്മനാഭൻ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. സംസ്ഥാനത്ത് 300 പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. ആക്റ്റീവ് കേസുകൾ 2341 ഉയർന്നു. നിർധനരെ സഹായിക്കാനായി മനക്കുളങ്ങര KVUP സ്കൂളിൽ സജ്ജമാക്കിയ ഡ്രസ് ബാങ്ക് വെള്ളിയാഴ്ച തുറക്കും. പുലക്കാട്ടുകര മടംവഴി റോഡിൽ ഉയർന്ന ശേഷിയുള്ള ഭാരവാഹനങ്ങൾ കടന്നുപോകുന്നത് റോഡിന് തകർച്ചാ ഭീഷണി സൃഷ്ടിക്കുന്നതായി പരാതി. RTO എൻഫോഴ്സ്മെന്റ് ടീം സ്ഥലത്തെത്തി പരിശോധന നടത്തി. തൃക്കൂർ പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം 9ാം വാർഡിൽ സ്ഥാപിക്കുന്നതിനെതിരെ പരാതിയുമായി നാട്ടുകാർ രംഗത്ത്. പഞ്ചായത്തിന് മുൻപിൽ പ്രാദേശികവാസികൾ പ്രതിഷേധ സമരം നടത്തി. ആമ്പലൂർ ജോർജ് ടൗൺ പറമ്പിൽ തീപിടുത്തം. പുതുക്കാട് അഗ്നിരക്ഷാ സേന എത്തി തീയണച്ചു. ഇതോടെ ഇന്നത്തെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10:30 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.